ഇത് ഒരു എക്സിറ്റ് പോൾ അല്ല, അല്ലെങ്കിൽ പ്രീ പോൾ സർവേ അല്ല, ഇത് ഒരു സർവേ അല്ല. പകരം ഈ രാഷ്ട്രീയ കക്ഷികൾ തന്നെ വിലയിരുത്തപ്പെടുന്ന അവർക്ക് ലഭിക്കാവുന്ന സീറ്റുകളാണ്. കഴിഞ്ഞ ദിവസം, അതായത് 96 സീറ്റുകളിലേക്കാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നടന്നത്. 96 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഓരോ മുന്നണികളുടെ പ്രതീക്ഷ ആ പാർട്ടികൾ തന്നെ പങ്കുവെക്കുന്നു, അല്ലെങ്കിൽ ആ പാർട്ടികളോടൊപ്പം നിൽക്കുന്ന വിദഗ്ധർ അല്ലെങ്കിൽ വിശകലന വിദഗ്ധർ പങ്കുവെക്കുന്ന വിവരം ഇങ്ങനെയാണ്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ദിവസം നടന്ന 13 ഇടങ്ങളിലേക്കുള്ള മത്സരമായിരുന്നു. അതിൽ കനൗജ് എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ മാത്രമാണ് ഒരു മത്സര പ്രതീതിയെങ്കിലും ഉണ്ടായിരുന്നത് എന്നാണ് BJP വിലയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ 12 സീറ്റ് BJPക്ക് അതിൽ നിന്ന് ലഭിക്കുമെന്ന് NDA മുന്നണി കണക്ക് കൂട്ടുന്നു. കഴിഞ്ഞ തവണ അവർക്ക് ഈ 13 ഇടങ്ങളിൽ ലഭിച്ചത് കേവലം 9 സീറ്റായിരുന്നെങ്കിൽ ഇപ്പോഴത് 12 ഉയരുമെന്ന് BJP കണക്ക് കൂട്ടുന്നു. ഇതുവരെ UP യിൽ നടന്നത് 39 മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. ഇതിൽ 4 ഇടങ്ങളിൽ മാത്രമേ INDA മുന്നണി ജയിക്കൂ എന്ന് അവരുടെ ഒരു പ്രാഥമിക വിലയിരുത്തൽ തന്നെ പുറത്തു വന്നിരുന്നു. അതായത് 39-ൽ 35 NDA സഖ്യം നേടുമെന്നുള്ളതാണ്. കാരണം 4 INDA മുന്നണി നേടുമെന്ന് അവർക്കൊരു പ്രതീക്ഷയുള്ളൂ. അപ്പോൾ ഇതിൽ 35 പ്രതീക്ഷയില്ല എന്നുള്ളതാണ്. ഏതായാലും അതൊക്കെ ഇനി റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പ്രാഥമിക വിലയിരുത്തൽ ഇങ്ങനെയാണ്. മഹാരാഷ്ട്രയിൽ 11 ഇടത്താണ് മത്സരം നടന്നത്. മഹാരാഷ്ട്രയിലാണ് ഇച്ചിരി ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്നത് എന്നും പറയേണ്ടി വരും, അല്ലെങ്കിൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്നതെന്ന് പറയേണ്ടി വരും. 11 ഇടത്താണ് നടന്നത്. അതിൽ 4 ഇടത്ത് ശക്തമായൊരു മത്സരമാണ്. BJP പ്രതീക്ഷിക്കുന്നത് ഈ 4 ഇടത്ത് നിന്നും ഒരു സീറ്റെങ്കിലും ലഭ്യമാകുമെന്നാണ്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണത്തെ നില, കഴിഞ്ഞ തവണ BJPക്ക് ഈ 11-ൽ BJP എന്നല്ല NDA മുന്നണിക്ക് കഴിഞ്ഞ തവണ ഈ 11-ൽ 8 ആയിരുന്നു ലഭിച്ചത്. ഇത്തവണയും ആ നില, ആ തൽസ്ഥിതി തുടരും എന്നാണ് അവരുടെ പ്രതീക്ഷ. തെലങ്കാനയിലേക്ക് വരുമ്പോൾ പ്രവചനാതീതമായി മാറുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെയാണ് ഇരു പാർട്ടികൾ, ഇരു വിഭാഗവും കണക്കൂട്ടുന്നത്. ആന്ധ്രാപ്രദേശിലേക്ക് എത്തും 25 ലോക്സഭാ സീറ്റാണ്. അവിടെ ഒരു നേരിയ മുൻതൂക്കം NDAക്ക് ഉണ്ട് എന്ന് NDA കണക്കൂട്ടും. നേരത്തെ തന്നെ അവർ അത് പറഞ്ഞതാണ്. വിവിധ സർവേകളിലൊക്കെ അത് പറഞ്ഞിരുന്ന കാര്യമാണ്. ഒഡീഷയിലേക്ക് വരുമ്പോഴാണ് BJPക്ക് വലിയ ആഹ്ലാദം. കാരണം കഴിഞ്ഞ ദിവസം നടന്ന 4 സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു വലിയ വിജയം തന്നെ നേടാൻ കഴിയുമെന്ന് അവർ കരുതുന്നു. ബംഗാളിൽ 8 സീറ്റിലേക്കാണ് മത്സരം നടന്നത്. അതിൽ 5 സീറ്റ് നേടാൻ കഴിയുമെന്ന് BJP ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഇത്തവണ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു സംസ്ഥാനം ബംഗാളാണ് എന്ന് നേരത്തെ തന്നെ BJP മാത്രമല്ല വിവിധ ഏജൻസികളും പറഞ്ഞിരുന്നു. മധ്യപ്രദേശ് 8, ബീഹാർ 5, ജാർഖണ്ഡ് 4, അങ്ങനെ ടോട്ടൽ 17 സീറ്റുകളിലേക്കും മത്സരം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അതിൽ 16 NDA സഖ്യം നേടുമെന്ന് അവർ കണക്ക് കൂട്ടുന്നു. ജമ്മു കാശ്മീരിൽ 1 സീറ്റിലേക്കാണ് മത്സരം നടന്നത്. ശ്രീനഗർ ആയിരുന്നു. അവിടെ കോൺഗ്രസിനും BJPക്കും സ്ഥാനാർത്ഥികളിലായിരുന്നു. പക്ഷേ അവിടെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ INDA മുന്നണിയുടെ ഭാഗമായ നാഷണൽ കോൺഫറൻസും PDPയുമാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആര് ജയിച്ചാലും അത് INDA മുന്നണിയുടെ ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് ആ സീറ്റ് പോവുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.